കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാര മൂർത്തിയായിട്ടാണ് അന്ന് ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് കുർമ്മത്തിൻ്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. അരയ്ക്ക് താഴത്ത് കുർമ്മത്തിൻ്റെ രൂപത്തിൽ ചാർത്തിയുള്ള രൂപം എങ്ങനെ വെച്ചാൽ അതിനെ കളഭം കൊണ്ട് കുർമ്മത്തിൻ്റെ പുറന്തോട് പോലെ ആക്കി 4 കാലുകളുണ്ട് കുർമ്മത്തിൻ്റെ. അങ്ങനെ 4 കാലുകളുമായി വാലും ഒക്കെ ആയിട്ട് കൂർമാവതാര രൂപത്തിലാണ് താഴത്ത് ഇങ്ങനെ കളഭത്തിൻ്റെ മുകളിൽ പട്ടൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ശർക്കകൾ പോലൊക്കെ നമ്മളെ പുറന്തോട് പോലെ തന്നെ ആക്കിയിട്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു കാശിമാല പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് കൂർമാവതാരമൂർത്തി 4 കൈകളോട് കൂടിയിട്ടാണ് ശംഖചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് നിൽക്കണത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷമാവും കണ്ടാലേ. ശംഖും ചക്രം ഗതാപത്മത്തോട് കൂടിയിട്ട്, ശംഖും ചക്രം സ്വർണത്തിന് കൊടുത്തിട്ടുണ്ട്, ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്, പത്മം താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിന്ന് ശ്രീലകത്ത് കൂർമാവതാര മൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. ബഹുവിശേഷമായിട്ട് നല്ല രസമായിട്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല മന്ദാഹാസത്തോടു കൂടി എപ്പോഴും സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ പുഞ്ചിരി തൂക്കി ഇങ്ങനെ നിൽക്കുന്ന ആ കൂർമാവതാര മൂർത്തിയെ കാണാൻ നല്ല കൗതുകമുണ്ട് കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുള്ളത് ആ 3 തിരുമുടിമാലകളാണ്. വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് തിരുമുടിമാല, വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ താമര തുളസിയായിട്ട് തിരുമുടിമാല. അങ്ങനെ 3 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെ വെച്ചാൽ തെറ്റി തുളസി വെളുത്തപ്പൂ ഒരേപോലെ നല്ല ഭംഗിയായിട്ട് അത് കനത്തിൽ നല്ല കൗതുകമുണ്ട് കാണാൻ മാല കാണാൻ. അതുപോലെ മറ്റേ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂ ധാരാളം, ഇടയിൽ താമരപ്പൂ കുറേശ്ശെ, പിന്നെ തെച്ചിപ്പൂ, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. 2 ഉണ്ടമാലകളിൽ നിന്ന് അടിഭാഗം ആ കണ്ണൻ്റെ തൃപ്പാദത്തിലേക്ക് എത്താൻ ഭാഗം അവിടെ ആകുമ്പോൾ തുളസിപ്പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, 3 തിരുമുടിമാലകൾ, ഇതൊക്കെ ചാർത്തി അതിൻ്റെ നടുവിലാണ് നമ്മുടെ കൂർമാവതാരമൂർത്തി 4 കൈകളോട് കൂടി എല്ലാവരും അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമര മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ തെച്ചിയും തുളസിയായിട്ടൊരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരു ഉണ്ടമാല, കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 2 ഉണ്ടമാല, അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ കൂർമാവതാരമൂർത്തിയായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷമാവും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. പീലിപ്പൂഞ്ചായൽ ചിക്കി കപിശവസനവും കിങ്ങിണിക്കോപ്പുമേന്തി കാലിക്കുഞ്ഞുങ്ങൾ നക്കും ചെറുതളകൾ പിണച്ചുള്ള കാലിൽ കിലുക്കി കേളിക്കായ് കോപ്പു കെട്ടി പ്രണയമധുരമാം പുഞ്ചിരിപ്പാലൊഴുക്കി കാളിന്തി സൈകതത്തിൽ കളമുരളി വിളിക്കുന്ന കണ്ണൻ സഹായം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി കൂർമാവതാര മൂർത്തിയായിട്ടാണ് ശ്രീലകത്ത് ചാർത്തിരിക്കുന്നത് കേട്ടോ. ആ രൂപം മനസ്സിലങ്ങനെ വിചാരിക്കുക. ആ പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കുക. എന്നിട്ട് ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക. കൂർമാവതാര മൂർത്തിയുടെ തിരുമുഖം നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.